പിന്നെ അദ്ദേഹം മറ്റൊരു പ്രഭാഷണത്തിൽ പറയുന്നുണ്ട് ഈ വാഫി സിലബസിനെ കുറിച്ച്, നിഷ്പക്ഷമായി മതങ്ങളെക്കുറിച്ച് ഇസങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുകയും, നോക്കണം, ഏതാണ് ശരി തിരഞ്ഞെടുക്കാനുള്ള അവസരം വിദ്യാർത്ഥികൾക്ക് നിഷ്കളങ്കമായി നൽകുകയും അങ്ങനെ അവർ പഠിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് ബുദ്ധിയുടെ വാതായനങ്ങൾ തുറന്നു വെക്കുന്ന ഒരു പാഠ്യപദ്ധതിയാണ്. ഇത് അടഞ്ഞ കുറെ ചിന്തകൾ ചൊല്ലിപ്പഠിപ്പിക്കുന്ന കോഴ്സല്ല. ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോഴേ ആളുകൾക്കത് മനസ്സിലാവൂ. എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളെക്കുറിച്ചും ഇസങ്ങളെക്കുറിച്ചും ഒക്കെ നിഷ്പക്ഷമായി കണ്ട് പഠിപ്പിക്കുക, അവർക്കണ്ട് സ്വയം പഠിക്കാൻ അവസരം കൊടുക്കുക, എന്നുള്ള ഒരു ബുദ്ധി ഉപയോഗിച്ച് ഏതാണ് ശരിയെന്ന് തിരഞ്ഞെടുക്കാനുള്ള അവകാശം കൊടുക്കുക. ഇതാണ് ഈ സിലബസ്. ഇത് സമസ്തക്കെതിരാണ്. അങ്ങനെയല്ല നമ്മുടെ സിലബസ്. നമ്മുടെ മഹാന്മാരായ മുൻഗാമികൾ പഠിപ്പിച്ച ചില സിലബസുകളുണ്ട്. നിലാമിയ സിലബസ് ഉണ്ട്, മഖദൂമി സിലബസ് ഉണ്ട്. നമ്മുടെ സമസ്ത പഠിപ്പിച്ച ചില മാതൃകകളുണ്ട്. അത് നമ്മുടെ അഖീദ രൂപപ്പെടേണ്ട വഴിയാണ്. നമ്മുടെ ഉസൂല്, അത് അഖീദയിലും ഫിഖ്ഹിലും ദീനിലും ഒക്കെ ഉള്ള ചില ഉസൂലുകളുണ്ട്. ആ ഉസൂലൂട്ട് സ്വതന്ത്രമായി പഠിപ്പിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ഇസ്ലാമികമായ റൂട്ടിന് എതിരാണ്. ഇതൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഇത് സമസ്ത ഇത് മനസ്സിലാക്കി ഇത് ശരിയല്ല എന്ന് സമസ്തക്ക് ബോധ്യപ്പെട്ടു. പിന്നെ ചില വിശ്വാസപരമായ കാര്യങ്ങൾ, സുന്നത്തെ ജമാഅത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ, ഉദാഹരണം പറഞ്ഞ മദ്ഹബ്, അദ്ദേഹത്തിന്റെ വാദം എനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങളൊക്കെ ജാമ്യയിൽ പഠിക്കുന്ന കാലത്ത് ദാറുൽ ഹുദയുടെ ആദ്യത്തെ സന്നദ്ധാന സമ്മേളനം ഉണ്ടായി. അന്ന് അവിടെ അദ്ദേഹം പ്രസംഗിച്ചു, ഇജ്തിഹാദ് നടക്കണം, കവാടം അടഞ്ഞു പോയിട്ടില്ല. MT ഉസ്താദ് അന്ന് അതിനെ അവിടെ വെച്ച് തിരുത്തി. ചെറിയ വാക്കുതർക്കൊക്കെ ഉണ്ടായി. ഞങ്ങളൊക്കെ അതിന് സാക്ഷികളാ. ഇതാണ് 25 കൊല്ലം മുമ്പ് തുടങ്ങിയ വേട്ട എന്ന് പറഞ്ഞത്. അത് വേട്ടയല്ല ഉസ്താദെ, അത് നിങ്ങളെ ബഹുമാനപ്പെട്ട MT ഉസ്താദ് തിരുത്തിയതാണ്. അത് നല്ല നിലയിൽ അംഗീകരിക്കലായിരുന്നു വേണ്ടിയിരുന്നത്. അതേപോലെ ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ വിശ്വാസയോഗ്യരിൽ നിന്ന് പഴുതുകളും ഇളവുകളൊക്കെ കണ്ടെത്തി സ്വീകരിക്കേണ്ട ഒരു വഴിയാണ്. ഏത് മദ്ഹബും ഇഷ്ടമുള്ള രൂപത്തിൽ സ്വീകരിക്കണം. നമ്മൾ പറയും 4 ഒരു മദ്ഹബ് അംഗീകരിക്കണം, തഖ്ലീദ് ചെയ്യണം. ബഹുമാനപ്പെട്ടവരുടെ വാദം പല ക്ലാസ്സുകളിലും പല ആളുകളോടും വ്യക്തികളോട് പറഞ്ഞത് എന്താണ്? ഓരോരുത്തർക്ക് നമുക്ക് ഏത് മദ്ഹബിലും അത് എളുപ്പമുള്ളതൊക്കെ സ്വീകരിക്കാം. ഇത് ബിദഅത്തിന്റെ വാദമാണ്. കാരണം 4 മദ്ഹബും ഒരേപോലെ അതിന് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ട്, തോന്നിയതുപോലെ സ്വീകരിക്കാം. മദ്ഹബ് വിഷയത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് ശരിയല്ല എന്ന് സമസ്തക്ക് ബോധ്യപ്പെടുന്നത് ഞാൻ തിരുത്തല്ല, ഞാനതിന് യോഗ്യനല്ല. ഇത് സമസ്ത പറഞ്ഞ കാര്യമാണ്. മൂന്നാമത്തെ മറ്റൊരു വിഷയം ഖൽഖുൽ ഖുർആൻ വിഷയത്തെ അദ്ദേഹം കേവലം ഒരു ശാഖാപരമായ കാര്യം എന്നൊരു പ്രസംഗത്തിൽ പറയുന്നുണ്ട്. ഖുർആൻ സൃഷ്ടിയാണോ അല്ലേ? മഹാന്മാരായ സുന്നത്ത് ജമാഅത്തിന്റെ വാദം എന്താണ്? ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഖുർആൻ ഖൽഖ് വാദത്തിൽ ഖുർആൻ സൃഷ്ടിയല്ല എന്ന് വാദിച്ച് അതിന്റെ പേരിൽ 28 മാസക്കാലം കൽത്തുറുങ്കിൽ ജയിലിൽ കടന്ന വിഷയമാണ്. പ്രിയപ്പെട്ട അബ്ദുൽ ഹക്കീം ഫൈദി ആദിർശേരി ഉസ്താദ്, ഇത് കേവലം ശാഖാപരമായ വിഷയമല്ല, ഇത് വിശ്വാസപരമായ വിഷയമാണ്. ഖുർആനിൽ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? ഇത് അഖീദയാണ്, ഇത് ഉസൂലിൽപ്പെട്ടതാണ്, ഇത് ശാഖാപരമായ കാര്യമല്ല. മുഅ്തസിലി വിശ്വാസമാണ് ഖുർആൻ ഖൽഖാണ് എന്നത്. മുഅ്തസിലികൾക്കെതിരെ സംവാദം നടത്തി, പടയോട്ടം നടത്തി സുന്നത്ത് ജമാഅത്തിന് വേണ്ടി അന്നത്തെ ഭരണാധികാരികളെ കൂട്ടുപിടിച്ച് ഇന്ന് വഹാബികൾ ചെയ്യുന്നത് പോലെ ക്രൂരതകൾ ചെയ്ത് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ ജയിലിൽ കടന്നു, കഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ചെറിയ കാര്യമല്ല. ആ വിഷയത്തെയാണ് മുജാഹിദുകളും ജമാഅത്തുകാരും എല്ലാവരും പങ്കെടുത്തൊരു വേദിയിൽ വെച്ച് ഖുർആൻ ഖൽഖ് അതൊക്കെ ഒരു ശാഖാപരമായ കാര്യം, ഇപ്പോൾ ജമാഅത്തും മുജാഹിദും ഒക്കെ തമ്മിൽ തർക്കിക്കുന്ന അല്ലെങ്കിൽ മദ്ഹബുകൾ തമ്മിലുള്ള ഭിന്നത പോലെ എന്നൊക്കെ പറഞ്ഞ് നിസ്സാരവൽക്കരിച്ച് അദ്ദേഹം ഇടപെട്ടത് അത് ശരിയല്ല. സമസ്ത ആ വിഷയത്തിൽ പറഞ്ഞ ഒരു കാര്യം അതായിരുന്നു. മറ്റൊന്ന് ബഹുമാനപ്പെട്ടവരുടെ പ്രസംഗത്തിൽ പറയുന്നത് ഭിന്നത അനുഗ്രഹമാണ്. പറയുന്ന ഏത് സദസ്സിലാ? മുജാഹിദ് പല ഗ്രൂപ്പിന്റെ ആളുകളുണ്ട്, ജമാഅത്തെ ഇസ്ലാമിക്കാരുണ്ട്, പല സകല വിധേയത്തേറുള്ള സദസ്സിൽ പറയാ ഭിന്നത അനുഗ്രഹമാണ്. ഏതെങ്കിലും അഭിപ്രായം അനുസരിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ പിന്നെ തട്ടിമുട്ടി സ്വർഗത്തിലേക്ക് എത്താലോ. എന്നിട്ട് അദ്ദേഹം ഒരു ആയത്തോതുന്നുണ്ട്, കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ. ശാഖാപരമായ ഭിന്നിപ്പ്, ഓരോരുത്തർക്ക് അവരുടെ ന്യായം കണ്ടെത്തി സന്തോഷിക്കാം. എങ്ങനെയൊക്കെ തട്ടിമുട്ടി നിങ്ങൾ ഷാഫി ആവണം, ഹനഫി ആവണം, മാലിക്കി ആവണം എന്നൊക്കെ മദ്ഹബിന്റെ അഭിപ്രായ വ്യത്യാസം ഇഖ്തിലാഫുൽ അഇമ്മ റഹ്മത്തുൽ ലിൽ ഉമ്മ എന്ന അതൊക്കെ അദ്ദേഹം ഓതുന്നുണ്ട്. പക്ഷെ തന്ത്രപരമായി
മദ്ഹബിന്റെ ഇഖ്തിലാഫിനെ കുറിച്ചുള്ള വചനങ്ങൾ ഉദ്ധരിച്ച് ബിദ്അത്തുകാരുടെ സദസ്സിൽ നമ്മൾ തമ്മിലുള്ള ഈ ഭിന്നത അതൊക്കെ അനുഗ്രഹമാണ് എന്നും ഓരോരുത്തരും സ്വർഗത്തിലേക്ക് എത്തുമെന്നും കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ എന്ന ആയത്ത് സൂറത്തുൽ മുഅ്മിനൂനിലെ ആയത്താണ്. ഈ ആയത്ത് ഓതി എന്തിനാ ദുർവ്യാഖ്യാനം ചെയ്യേണ്ട കാര്യം? സത്യത്തിൽ ഈ കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ എന്ന് പറഞ്ഞ ആരെക്കുറിച്ചാ? അതിന് മുമ്പ് പറയുന്നുണ്ട് വലാ തകൂനൂ മിനൽ മുശ്രിക്കീൻ മിനല്ലദീന ഫറഖൂ ദീനഹും വകാനൂ ശിയഅ. അവര് വ്യത്യസ്ത കക്ഷികളായിരുന്നു, വിഭാഗങ്ങളായിരുന്നു. ആരെക്കുറിച്ച്? മഹാന്മാർ വഹുമുൽ യഹൂദു വൻ നസാറ, യഹൂദികളെക്കുറിച്ച് നസാറയെക്കുറിച്ച് അതിനു മുമ്പ് മുശ്രിക്കുകളെ കുറിച്ചൊക്കെ പറഞ്ഞു വന്നിട്ടാണ് കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ എന്ന് പറഞ്ഞത്. ഇത് അമുസ്ലിങ്ങളെക്കുറിച്ച് ഇറങ്ങിയ ആയത്ത്. ഇത് നമ്മൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ തട്ടിമുട്ടി സ്വർഗത്തിലേക്ക് പോകാം, എല്ലാവർക്കും അവരുടെ ന്യായം കണ്ടെത്താം, സന്തോഷിക്കാം എന്ന് പറഞ്ഞ് ഈ ആയത്തോതി. ഇതൊന്നും ശരിയല്ല. അതേപോലെ നമ്മളൊക്കെ ഒരുപാട് പറഞ്ഞ വിഷയമാണ് നബിദിനത്തെ. അദ്ദേഹം നല്ല ലക്ഷ്യത്തിൽ പറഞ്ഞതാവാം, പക്ഷെ നല്ല ലക്ഷ്യത്തിൽ പറയുമ്പോഴും ചില അപകടങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞത് എന്താ? സമസ്തക്ക് 10,000 മദ്രസകളുണ്ട്. ഓരോ മദ്രസയിൽ നബിദിനത്തിൽ 1,00,000 രൂപ ചെലവാക്കുന്നു. 1,00,000 × 10,000 100 കോടി. 100 കോടി ഉണ്ടെങ്കിൽ ജാമിയ ജൂനിയർ കോളേജ് ഉണ്ടാക്കുക, വാഫി കോളേജ് ഉണ്ടാക്കുക, ദാറുൽ ഹുദ ഉണ്ടാക്കുക. ഒരുപക്ഷെ അദ്ദേഹത്തിന് നല്ല ലക്ഷ്യം ഉണ്ടാവാം, പക്ഷെ അതിൻ്റെ പേരിൽ നബിദിനം ഒരു മുട്ടായിലും ബിസ്ക്കറ്റിലും ഒതുക്കണം, നബിദിന റാലി വേണ്ട, കുട്ടികളുടെ കലാപരിപാടി വേണ്ട, സ്റ്റേജ് കെട്ടണ്ട, മൈക്കേൽപ്പിക്കണ്ട എന്ന് പറയാൻ പാടുണ്ടോ? ഓരോ കൊല്ലം ഉളുഹിയത്തിന് വേണ്ടി എത്ര കോടികൾ ഈ ഉമ്മത്ത് ചെലവഴിക്കുന്നുണ്ട്? ഓരോ കൊല്ലവും റമദാനിലെ വ്യത്യസ്തമായ റിലീഫുകൾക്ക് വേണ്ടി എത്ര കോടി ചെലവഴിക്കുന്നുണ്ട്? സക്കാത്ത് സക്കാത്തായി കൊടുക്കണം, ഉളുഹിയത്ത് ഉളുഹിയത്തായി നടത്തണം, മുത്തുനബിയുടെ നബിദിനം അതിന്റെ വഴിക്ക് ചെലവാക്കണം. നമ്മളൊന്നിനും കുറവ് വരുത്തൂല. ഈ കൊല്ലം ബിദ്അത്തുകാരാണ് അങ്ങനെ ഒരു തന്ത്രം പറഞ്ഞു വന്നത്. വയനാട് ദുരന്താണ്, അതുകൊണ്ട് പ്രാവശ്യം നബിദിനം വേണ്ട. സയ്യിദുൽ ഉലമ പറഞ്ഞു നമ്മൾ നബിദിനവും നടത്തണം, വയനാട്ടുകാരെയും സഹായിക്കണം. സയ്യിദുൽ ഉലമയുടെ ആഹ്വാനം കേട്ട് ഒരുപക്ഷെ നമ്മുടെ നാടുകളിലൊക്കെ ഏറ്റവും കൂടുതൽ പിരിവ് നടന്നത്, എൻ്റെ ഓർമ്മയിൽ എൻ്റെ നാട്ടിലൊക്കെ ഏറ്റവും വലിയ പിരിവ് നടന്നത്, റെക്കോർഡ് പിരിവ് നടന്ന വയനാടിന് വേണ്ടിയിട്ടാണ്. ഓരോ മഹലിലും അങ്ങനെയാണ്. ഈ അടുത്ത കാലഘട്ടങ്ങളിലൊക്കെ പതിറ്റാണ്ടുകൾ പാരമ്പര്യമുള്ള മഹല്ലുകളിൽ റെക്കോർഡ് പിരിവ് നടന്നു വയനാട് ദുരന്തത്തിൽ ആളുകൾക്ക് വേണ്ടി. കോടിക്കണക്കിന് രൂപ ഈ ഉമ്മത്ത് പള്ളികളിലും മറ്റുമൊക്കെ അവരെ സഹായിക്കാൻ ശേഖരിച്ച് അവരെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പോഴും. അതിന്റെ പേരിൽ നബിദിനത്തിന് എന്തിനാ പിരിവ് ഓർക്കണത്? സയ്യിദുൽ ഉലമയുടെ ആഹ്വാനം കേട്ട് സമസ്തയുടെ നേതാക്കൾ പറഞ്ഞപ്പോ നബിദിനം കഴിഞ്ഞ വർഷത്തേക്കാൾ ജോറായി. വഹാബികളുടെ തന്ത്രം വിലപ്പോയില്ല. അതിന് നബിദിനത്തിന്റെ ചെലവ് കുറച്ചിട്ട് ജൂനിയർ കോളേജ് ഉണ്ടാക്കണമെന്ന് പറയണ്ട. അതൊന്നും ശരിയല്ല എന്ന് ഞങ്ങൾക്കൊക്കെ ആ പ്രസംഗം കേട്ടപ്പോൾ തോന്നിയിട്ടുണ്ട്. നിങ്ങൾ നല്ല ഉദ്ദേശിച്ചാലും. പിന്നെ 600 പേജ് മുത്തനബി 23 കൊല്ലം കൊണ്ട് പഠിച്ച കാര്യം പറഞ്ഞു. ഒരുപക്ഷെ വഫിയ പെൺകുട്ടികളെ നിങ്ങൾ പ്രചോദിപ്പിക്കാൻ മോട്ടിവേഷൻ കൊടുക്കാൻ പറഞ്ഞതാവും. പക്ഷെ ആ ഉദാഹരണം മുത്തനബിയെ നിന്ദിച്ചതായിട്ട് ഞങ്ങൾക്ക് തോന്നിയത്. എനിക്കങ്ങനെ തോന്നിയത് അതിൻ്റെ ആദ്യം ആ പ്രസംഗം കേട്ടപ്പോൾ. അതായത് അതൊരു മോട്ടിവേഷനായിട്ടല്ല തോന്നി, റസൂലുള്ളാഹിനെ മോശാക്കിന്ന് തോന്നി. നിങ്ങൾ ചിലപ്പോൾ നല്ല ഉദ്ദേശത്തിൽ പറഞ്ഞതാവാം, പക്ഷെ അത് അപകടമാണ്. ആ ഉദ്ദേശത്തിൽ പോലും റസൂലുള്ളാഹിനെ ഉദാഹരണം, വേറെ എന്തൊക്കെ ഉദാഹരണങ്ങൾ പറയാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഉദാഹരണം തോന്നി, അബദ്ധമായിരുന്നു അത് നിങ്ങളുടെ പ്രസംഗത്തിൽ വന്നത്. നിങ്ങൾ പല ക്ലാസ്സുകളിലും മറ്റും പറഞ്ഞിട്ടുണ്ട് ഖുർആനും സ്വഹീഹായ ഹദീസും മതി. ഇത് 7ാമത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് വഹാബികളുടെയും മൗദൂദികളുടെയും വാദമല്ലേ? ഖുർആനും സ്വഹീഹായ ഹദീസും മതി തെളിവുകൾക്ക് എന്നത്. ഇത് അവർക്ക് ബലം വെച്ചു കൊടുക്കുന്ന വാദം. 8ാമത്തത് ഗൗസുൽ ആലമിനെ വിളിക്കുന്നത് 1000 വട്ടം വിളിച്ചാല് ദേഷ്യം വരൂല എന്ന്. അത് ഖുതുബിയത്തിനെ കളിയാക്കിയതുപോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഇത് കേട്ട ആളുകളില്ലേ, അതിന് സാക്ഷി പറയുന്ന ആളുകളില്ലേ? പിന്നെ തസവുഫ് എന്ന് പറഞ്ഞാല് ബഹുമാനപ്പെട്ടവർ പല ആളുകളോടും പറഞ്ഞത് എന്താ? അത് അദബാണ്. ഷെയ്ഖ്, മുരീദ്, ത്വരീഖത്ത് അങ്ങനെയുള്ള ഒന്നുമില്ല. നമ്മളെ മഹാന്മാർ പഠിപ്പിച്ചതല്ലേ. ഷെയ്ഖ് ഉണ്ട്, മുരീദ് ഉണ്ട്, ത്വരീഖത്ത് ഉണ്ട്, അബ്ദാല്, നുഖബാ, നുജബാ, വ്യത്യസ്ത ദറജയിലുള്ള ഔലിയാക്കളുണ്ട്, ബയ്യത്ത് ചെയ്യലുണ്ട്, അവരുടെ സനത് കൊടുക്കലുണ്ട്, സിൽസില കൊടുക്കലുണ്ട്, അവരുടെ വ്യത്യസ്ത വഴികളുണ്ട്. അതിനൊക്കെ പാടെ നിഷേധിക്കുന്ന രീതി അദ്ദേഹം ചില ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് മൊഴികളുണ്ട്, തെളിവുകളുണ്ട്. അതേപോലെ രാഷ്ട്രീയത്തെ, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം രാഷ്ട്രീയമാവണം. ബഹുമാനപ്പെട്ട മഹാനായ
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ ചടഞ്ഞുകൂടിയില്ല, ദിക്റും ചൊല്ലി പള്ളിയിൽ കുത്തിരുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിനെയും ഖുലഫാഉ റാഷിദീങ്ങളൊക്കെ ഉദാഹരണം പറഞ്ഞ് അവരുടെയൊക്കെ ഏറ്റവും മുഖ്യ പ്രവർത്തനം രാഷ്ട്രീയമായിരുന്നു. അതെന്തിനാ തെളിവ് പറയുന്നത്? ഇന്നത്തെ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി, ഒരു ഇസ്ലാമിക രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളല്ല, ഇസ്ലാമിക രാഷ്ട്രത്തിലെ രാഷ്ട്ര സംവിധാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഖുലഫാഉ റാഷിദീങ്ങളെ ഉദാഹരണം പറയണോ? അത് ആരുടെ വഴിയാണ്? ജമാഅത്തെ ഇസ്ലാമിയുടെ വഴിയാണ്, വാദമാണ്. അപ്പൊ ഇങ്ങനെയുള്ള 10 ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു, ഞാൻ അവസാനിപ്പിക്കുകയാണ്, സമയം വൈകി. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒന്നേ പറയുന്നുള്ളൂ, ഇതൊക്കെ തിരുത്തണം. നല്ലൊരു വഴിയായിരുന്നു. സമസ്ത പല ആളുകളെയും പുറത്താക്കിയിട്ടുണ്ട്. മുസ്തഫൽ ഫൈസി ഉസ്താദിനെ പുറത്താക്കി. മുസ്തഫൽ ഫൈസി ഉസ്താദ് തെറ്റ് തിരുത്തി സമസ്തയോട് മാപ്പ് പറഞ്ഞു തിരിച്ചു വന്നു. സയ്യിദ് മുഹമ്മദ് നിസാമിയെ ഒരു ഘട്ടത്തിൽ പുറത്താക്കി, മാപ്പ് പറഞ്ഞ് അദ്ദേഹം തിരിച്ചു വന്നു. റഹ്മത്തുള്ള കാസിമിയെ 2 വട്ടം മുമ്പ് പുറത്താക്കി, അദ്ദേഹം മാപ്പ് പറഞ്ഞ് തിരിച്ചു വന്നു. പി മുഹമ്മദ് ഫൈലി ഉസ്താദിനെ 1 വട്ടം പുറത്താക്കി, അദ്ദേഹം തിരിച്ചു വന്നു. നടപടി ഉണ്ടാകും. അത് സമസ്തയുടെ മുന്നിൽ ഒരു സംഘടനയല്ലേ, ഒരു വ്യക്തി വാശി പിടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നല്ല റൂട്ടായിരുന്നു ഇത്. സമസ്ത ഇതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ അത് എൻ്റെ ഭാഗത്ത് വന്ന തെറ്റാണ്, അതൊക്കെ ഞാൻ തിരുത്താൻ തയ്യാറാണ്, എന്നോട് മാപ്പാക്കണം, സമസ്തയോട് മാപ്പ് പറഞ്ഞ്. അപ്പം സമസ്ത തിരിച്ചെടുക്കും, പുറത്താക്കിയ ആളെ തിരിച്ചെടുക്കും. തിരിച്ചെടുത്തതിന് ശേഷം അദ്ദേഹത്തെ CIC-യുടെ സെക്രട്ടറി ആക്കാം. ഈ സംവിധാനം നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം. എത്ര മനോഹരമായ റൂട്ടായിരുന്നു. ഇത് ചെയ്യേണ്ടതിന് പകരം ഈ കുട്ടികളും മറ്റുമൊക്കെ ഉസ്താദുമാരെ വെല്ലുവിളിച്ച്, MT ഉസ്താദിനെ ചീത്ത പറഞ്ഞ് വ്യക്തിപരമായി ആക്ഷേപിച്ച്, അതിന് പല ആളുകളെ ഉപയോഗപ്പെടുത്തി, സലാം ബാക്കവിനെ ആക്ഷേപിച്ച്, ഹമീദ് വൈദനെ ആക്ഷേപിച്ച്, ഇനി ഞങ്ങളെയൊക്കെ ആക്ഷേപിക്കും. ഈ ക്ലിപ്പ് പുറത്തിറങ്ങിയ എന്നെയും ഒരുപാട് വ്യക്തിപരമായി വേട്ടയാടുമെന്ന് അറിയാം. അതൊക്കെ കേൾക്കാൻ തയ്യാറായി കൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇതൊക്കെ നന്നാവണം, അത്രമാത്രമേ ആഗ്രഹമുള്ളൂ. ഞങ്ങളൊന്ന് പറയുന്നു, ഇവിടെ ഈ പാരമ്പര്യം നിലനിൽക്കണം. സമസ്തയുടെ പാരമ്പര്യം, തങ്ങന്മാരുടെ പാരമ്പര്യം, പാണക്കാട്ട സാദാത്തുക്കളുടെ പാരമ്പര്യം, ഈ ഐക്യം, ഈ ഭദ്രത ഒന്നിച്ച് മുന്നോട്ട് പോകണം. അതിന് തുരങ്കം വെക്കുന്ന ഈ ഛിദ്രശക്തികളെ മുഴുവനും നമുക്ക് ചെറുത്ത് തോൽപ്പിക്കണം. പാണക്കാട്ട സാദാത്തുക്കൾ ആരും സമസ്തക്കെതിരല്ല. സമസ്തയുടെ പ്രവർത്തകരോ SKSF-കാരോ അവരുടെ കൂടെയാണ്. ഇത് തമ്മിൽ തല്ലിപ്പിക്കാൻ ആരും പരിശ്രമിക്കേണ്ടതില്ല. പാണക്കാട്ട തങ്ങന്മാർക്ക് എതിരാരാണ് ഇവിടെ? ബിദ്അത്തുകാരാണ്, വഹാബികളാണ്, ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്. ഞാൻ